വെൽക്കം ബാക്ക് ഐഷാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഈദ് വ്ളോഗാണ്. അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, നമ്മൾ കിടന്നപ്പോൾ തന്നെ ഒരു 2-2:30 ആയിട്ടുണ്ടായിരുന്നേ. 4:30 ആയപ്പോൾ തന്നെ ഒക്കെ ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റൂമിന് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു നമസ്കരിക്കാനായിട്ട്. ഇവിടെ ആയിട്ടാണ് പള്ളി, പക്ഷേ നമസ്കരിക്കാനായിട്ട് ഇങ്ങ് വരെയും ആളുണ്ടായിരുന്നേ. നല്ല ക്രൗഡായിരുന്നു. ആ ഒരു ദിക്ർ കേൾക്കാനും നമസ്കാരം കേൾക്കാനും ഒക്കെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ്. നാട്ടിലത്തെ അത്രയ്ക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ മിസ്സാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പെരുന്നാൾ, ഓണം, ഏത് ആഘോഷമാണെന്നുണ്ടെങ്കിലും നാട്ടിൽ തന്നെയാണ് കേട്ടോ രസം. അതായത് ഫാമിലിയും കസിൻസും എല്ലാവരും കൂടിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാട് തന്നെയാണ് രസം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതല്ലേ നിർവാഹമുള്ളൂ. അപ്പോൾ മാക്സിമം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അതാണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ. അപ്പോൾ ഹേസുട്ട് നല്ല ഉറക്കമാണ്. ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫ്രഷ് ആയിട്ട് വന്നേ. ഇന്നലെ രാത്രിയിലാണ് കേട്ടോ പോയി എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഡ്രസ്സ്. അപ്പോൾ ഞാനങ്ങനെ ഫ്രഷ് ആയിട്ട് ഞാനും പോയി നമസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കൊണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നലെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. കാരണം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഹേസുട്ടൻ അന്നത്തെ ദിവസം ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ പറയണ്ടല്ലോ, അന്നത്തെ ദിവസം പോയി കിട്ടും കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഒന്നും നടക്കത്തില്ലേ. അതുകൊണ്ട് തന്നെ മാക്സിമം പണികളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണം, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെയുള്ള ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളിയും എല്ലാ ഐറ്റം വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈക്കും ദം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നെടുത്ത് പുറത്ത് വെച്ചു. ഇന്നലെ തന്നെ ബീഫ് റോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ നാസ്തയ്ക്ക് വേണ്ടിയിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അങ്ങനെ ചൂടാക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഹേസുട്ടൻ എഴുന്നേറ്റ് വന്ന് ഇന്നലെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിടന്നത്. 2 മണി വരെയൊക്കെ മൂവിയൊക്കെ കണ്ടിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് രാവിലെ നല്ല ഉറങ്ങുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഹേസുട്ടൻ എഴുന്നേറ്റ് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. നമസ്കാരം കഴിഞ്ഞിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇക്ക ഹേസുട്ടനെ നോക്കി. ഞാൻ പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ചമ്പാവരിയുടെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉരട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കാക്ക് ഉരട്ടി വേണ്ട, പുട്ട് മതി എന്ന് പറഞ്ഞാൽ പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക്. അപ്പോൾ ഞാൻ ഇന്നും ഇന്നലത്തെ പോലെ ചമ്പാവരിയുടെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുട്ടും ബീഫ് ഉലർത്തിയതും അതേപോലെ ചായയായിട്ട് നമ്മൾ നാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസുട്ടനും കൂടി കുറുക്ക് കൊടുത്തു. അപ്പോൾ മാക്സിമം പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കുകയാണ്. ഇന്ന് ഹേസുട്ടൻ്റെ ജോലിയെല്ലാം ഇക്കാക്കാണ്. ഞാൻ രാവിലെ കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് ഫുള്ളൊക്കെയാണ് അവനെ പാമ്പർ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഒക്കെ ഇക്കായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, പക്ഷേ ഇക്ക അത് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസി ആയിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്ന് ഹേസുട്ടന് കൂടി കുറുക്ക് കൊടുത്തതിന് ശേഷം കിച്ചണിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ 3 പേരും. ഇടയ്ക്കിടയ്ക്ക് ഹേസുട്ടന് TV കാണാനൊക്കെ പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഫുൾ ഞാനങ്ങനെ കിച്ചണിൽ നിൽക്കുന്നതും ഹേസുട്ടൻ മാറി നിൽക്കുന്നതും ആകുമ്പോൾ ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഇക്ക എടുത്തുകൊണ്ട് തന്നെ കിച്ചണിൽ നിൽക്കായിരുന്നേ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇന്നലെ തന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാലയിലും ഈ ഒരു ഫ്രൈഡ് ഓണിയൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഇക്ക ഹേസുട്ടന് എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ആൾ ഓക്കെ ആയിരുന്നു. എല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ വേണം. അതിനുശേഷം 2 പേരും കൂടി കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരു ടിന്നിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. കഴുകി കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ജീരകശാല അരിയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ക്ലിയർ വാട്ടർ ആകുന്നത് വരെ നന്നായിട്ട് കഴുകിയിട്ട് അതും സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ സമയം കൊണ്ട് നമ്മുടെ ഒണിയനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്ന സമയത്ത് തന്നെ കോരി മാറ്റാം കേട്ടോ. ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി കളറൊന്ന് ചേഞ്ച് ആവും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ കോരി മാറ്റാം. അങ്ങനെ ഹേസുട്ടന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഹേസുട്ടന് ഞാനും മാച്ചാണ് കേട്ടോ. നമ്മൾ 2 പേരും റെഡ് കളർ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹേസുട്ടൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത്
വറുത്തെടുത്തിട്ടുള്ള ആ ഒരു എണ്ണ കൂടി കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉണ്ടാവേ, ആ ഒരു ഉള്ളിയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്പൈസസ് ആയിട്ടുള്ള ബേ ലീവ്സും ഗ്രാമ്പൂവും ഏലക്കയും പട്ടയും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ, അതുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് റൈസിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറാണ് കേട്ടോ, ഈ ഒരു റൈസിന് നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കൂടി ഉണ്ട് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുത്തത് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കുറച്ച് ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി, ജീരകശാല അരി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് ആ ഒരു വെള്ളമൊന്നും ഇല്ലാണ്ട് കുറച്ചൊന്ന് റോസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ അരിയും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇതിൽ ചേർക്കുന്ന ഐറ്റംസൊക്കെ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവോ മൊരിഞ്ഞു പോവോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പച്ചമണം മാറുന്ന ആ ഒരു ടൈം മതി കേട്ടോ എല്ലാത്തിനും. ആ ഒരു സവാളയുടെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സ്പൈസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ആ ഒരു നെയ്യിൽ കിടന്ന് ഒന്ന് ചൂടായാൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസിൻ്റെ ആ ഒരു വെള്ള കളർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ റൈസ് കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്തതിന് ശേഷം ചൂടാക്കി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഞാൻ ഇപ്പുറത്ത് തന്നെ ചൂടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് നോക്കുക. ഞാനിപ്പോൾ വറ്റിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഉപ്പൊക്കെ നോക്കുക. അതേപോലെ കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്തിട്ടുണ്ട്. ആ ഒരു റൈസിന് വൈറ്റ് കളർ കിട്ടാനാണെന്നുണ്ടെങ്കിലും ടേസ്റ്റിനും ഫ്ലേവറിനും ഒക്കെ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, കാരണം ഈ ഒരു ജീരകശാലയ്ക്ക് ഒരു അല്ലാണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. റൈസിന് ഉള്ള ആ ഒരു ഫ്ലേവർ തന്നെ മതി. ഞാൻ പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അത് അവിടെ ആകുന്ന സമയം കൊണ്ട് ഉള്ളി വറുത്തിട്ടുള്ള അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ കിസ്മിസും കാഷ്യൂനട്ട് കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണയിൽ ഞാൻ കുറച്ച് ഗീ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു എണ്ണ നമ്മൾ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോ മറ്റോ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്ന സമയത്തോ ഈ ഒരു എണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ദിവസമൊന്നും വെച്ചിട്ട് ഉപയോഗിക്കേണ്ട, ആ ഒരു വീക്കിൽ തന്നെ ഈ ഒരു എണ്ണ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം എടുക്കുക. കുറച്ച് മാത്രം എടുക്കുക. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലും ഗീയും കൂടെ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സൺഫ്ലവർ ഓയിലൊന്നും ഞാൻ വെച്ചിട്ടൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഈ ഒരു കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് ഞാനിത് വെജിറ്റബിൾ സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ എടുക്കും കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറാണ് അതിന്. കിസ്മിസും കാഷ്യൂനട്ടൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാൻ വെച്ച് അതിലേക്ക് പപ്പടം കൂടി കാച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഹീസൂട്ടിനെ ഫീഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ആയില്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് ഫീഡ് ചെയ്തിട്ട് വന്ന സമയം കൊണ്ട് ഇക്ക വന്ന് പപ്പടമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഞാൻ കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളേ, കാരണം ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയൻ കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പകുതി ഒരു 2 വലിയ ഉള്ളി ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു, അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് ഇതിലേക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട്. ഒരുപാട് മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല. പച്ചമുളക് ചേർക്കുന്ന സമയത്താണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മൾ മുളക് പൊടി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ ഇവിടെ മസാലപ്പൊടിയിലാണെന്നുണ്ടെങ്കിലും മുളക് പൊടി വളരെ കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു കളർ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് വഴണ്ടി വന്ന സമയത്ത് പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയ സമയത്ത് അതിലേക്ക് ചിക്കൻ കൂടി ചേർത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതിൽ ഞാൻ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഈസി ആയിരുന്നു. അത് പെട്ടെന്ന് തന്നെ എടുത്ത് തട്ടിയിട്ട് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് അതിലേക്ക് ഞാൻ ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയൻ പകുതി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓണിയൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട്
വേകാൻ വേണ്ടിയിട്ടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ച് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മസാല അവിടെ റെഡി ആകുന്ന സമയം കൊണ്ട് സാലഡ് ഉണ്ടാക്കാം. ഇന്നലെ തന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ള കുക്കുംബറും ക്യാരറ്റും ഒണിയനും ടൊമാറ്റോയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറാണ് കേട്ടോ. സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പില കുറച്ചൊന്ന് അരിഞ്ഞിട്ട് നോക്കണേ, വേറൊരു ടേസ്റ്റാണ്. നമുക്കൊരു നാടൻ സ്റ്റൈലിലൊരു സാലഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. പണ്ട് നമുക്ക് നെയ്ച്ചോറും നമ്മുടെ കുഞ്ഞിലേക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് കല്യാണമോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അന്നൊക്കെ ചേർക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതേ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇതുവരെയും ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വെക്കണേ. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പും അതേപോലെ തൈര് കൂടി ചേർത്തിട്ട് സാലഡ് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് ഇതും ഈസി ആയിരുന്നു. അപ്പോൾ നമ്മുടെ മസാല കൂടി റെഡിയാക്കി കഴിഞ്ഞാൽ ബിരിയാണി പെട്ടെന്ന് തന്നെ ദം ചെയ്യാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് സാലഡ് റെഡിയാക്കി കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മാരിനേഷൻ ചെയ്യുന്നത്. നമ്മൾ പുറത്ത് നിന്ന് കഴിക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു ചിക്കൻ ഫ്രൈഡ് അതേ ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ റെസ്റ്റോറൻ്റ് അല്ല, നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കില്ലേ നല്ല മൊരിഞ്ഞ ആ ഒരു ചിക്കൻ ഫ്രൈ, അതിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു മാരിനേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതേ റെസിപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അയക്കാനായിട്ടും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിൽ. എല്ലാവരും ഫാനായി പോവും ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ചിക്കനും ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാകം ആയോ ഇല്ലേ എന്നുള്ളത് കളർ മാറുന്ന അനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഉള്ളിൽ വേവുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ട് ആ ഒരു കോൺഫ്ലോർ ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനിടയിൽ തന്നെ ഹീസുട്ടിന് ഒക്കെ പഴം കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ചിണുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്ര അങ്ങ് കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു വിഷമം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നേ. എല്ലാ ഐറ്റംസും പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചെയ്ത് വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. ഹീസുട്ടിന് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ കഴിച്ചിട്ട് ഹീസുട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. നേരത്തെ അല്ലേ എഴുന്നേറ്റത്, അതുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നാട്ടിലൊക്കെ വിളിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ സെറ്റ് ചിക്കൻ ഫ്രൈ എടുത്തു. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടാവല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. നല്ല ടേസ്റ്റും അതേപോലെ തന്നെ ആ ഒരു പുറത്ത് ആ ഒരു ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടെൻഡർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എടുത്തതിന് ശേഷം സെക്കൻഡ് സെറ്റ് കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഇപ്പുറത്തെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ചിക്കൻ എന്തായാലും ഓൾമോസ്റ്റ് വെന്ത് കാണും. ഒരുപാട് അങ്ങ് കറി ഫീല് വേണ്ടാന്ന് കരുതിയിട്ട് ഒറ്റ ലെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അടിയിൽ ഫുള്ള് മസാലയും മുകളിൽ റൈസും ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം ഒന്ന് മസാല ഒന്ന് തിക്കാക്കി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ ഫ്രൈ ലാസ്റ്റ് കൂടി ഇട്ടതിന് ശേഷം സെക്കൻഡ് സെറ്റ് അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നോക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഞാനിവിടെ ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് ഇക്കായാണ്, ട്രൈപോഡല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ലെയർ ചെയ്യാൻ പോവുകയാണേ. ഫസ്റ്റ് വിചാരിച്ചത് 2 ലെയർ ആക്കാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഒരു ലെയർ ഒറ്റ ലെയറായിട്ട് മതി. റൈസ് 2-3 ലെയറായിട്ട് ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് 2-3 ലെയർ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ റൈസ് നോക്കി നല്ല തുര ഓരോന്നും വെവ്വേറെ ആയിട്ട് ഒരു അരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാണ്ട് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമായിട്ട് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തതാണ്. ആവശ്യത്തിന് വേണ്ട ഉപ്പും അതേപോലെ നാരങ്ങ നീരും ഒക്കെ ചേർത്തുള്ളതാണ്. റൈസ് മാത്രമായിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഡെസേർട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചതാണ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ
വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ എന്തായാലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഡെസേർട്ടോ കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ എന്തിനാണ് വെറുതെ അതിന് വേണ്ടി ടൈം കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ പുഡിങ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്, പിന്നെ അങ്ങ് മടിച്ചു. അങ്ങനെ ഫസ്റ്റ് ലെയറും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിനുശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്തു. കുറച്ച് മല്ലിയില, പുതിനയില, അതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം, കുറച്ചുകൂടി നെയ്യ് ചേർക്കാം. ഞാൻ ലാസ്റ്റാണ് കേട്ടോ നെയ്യ് ചേർക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം. പാലും മഞ്ഞൾപ്പൊടിയും അല്ലാന്നുണ്ടെങ്കിൽ പാലും കുങ്കുമപ്പൂവും കൂടി ചേർത്തിട്ട് ഞാൻ മുന്നേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ റൈസിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ജീരകശാലയ്ക്ക് ഒരു പ്രത്യേക മണമാണല്ലോ. നമ്മളിപ്പോൾ ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ബിരിയാണിയുടെ ആ ഒരു റൈസിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചുകൂടി റോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, അതിൻ്റെ ആ ഒരു എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ അങ്ങനെ 2-3 ലെയറായിട്ട് ഇട്ടതിന് ശേഷം ലാസ്റ്റ് വരെ നോക്കിയേ ചോറ് ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടില്ല. നല്ല സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഓരോ റൈസും കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ച് ഗരം മസാലയും ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് അതങ്ങനെ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ബിരിയാണി ഉണ്ടല്ലോ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. നമ്മളൊരാൾക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ബിരിയാണി. ഇക്കടെ ഓഫീസിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ മലയാളിയല്ല കേട്ടോ, നമ്മൾ റൂമിലേക്ക് വിളിച്ചതാണ് കേട്ടോ. പക്ഷേ ആൾക്ക് വരാനൊരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇക്കടെ ഓഫീസിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ തലേദിവസം നമ്മൾ ഈദിനെടുക്കുന്ന ബിരിയാണി ഓൾറെഡി നമുക്കറിയാമല്ലോ. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് കൂടി എടുക്കും. പിറ്റേന്ന് എന്തായാലും കിച്ചൺ ഓഫായിരിക്കും. ഒന്നുകിൽ പുറത്തുനിന്ന് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ബിരിയാണി ഉണ്ടാകും. ഇതിലെന്തായാലും ഒരു നേരമാണ് നമ്മൾ ബിരിയാണി കഴിക്കുന്നത്. വലിയ പെരുന്നാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ ആറാട്ടായിരിക്കും കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ വൈകുന്നേരത്ത് കപ്പ ബിരിയാണിയോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും വീട്ടിലാണെന്നുണ്ടെങ്കിൽ. എന്തെങ്കിലും ബീഫും ഉരട്ടിയോ അല്ലെങ്കിൽ ബീഫും കപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാമിലി എല്ലാവരും വരും കേട്ടോ. ഉമ്മച്ചിയുടെ സിബ്ലിങ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സും കസിൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാവരും കൂടി ഉണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ വൈകിട്ട് എന്തായാലും നമ്മൾ ബിരിയാണി പോകില്ല, പിറ്റേ ദിവസമായിരിക്കും ബിരിയാണി എടുക്കുന്നുണ്ടാവുക. വൈകിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കും. അപ്പോൾ ദമ്മൊക്കെ ആക്കിയതിന് ശേഷം ഒരു 3/4 മണിക്കൂർ നേരം ദമ്മിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളൊരു മൂവിയൊക്കെ കണ്ടു. ഹേസിട്ട് എന്തായാലും ഉറക്കമാണ്, അതുകൊണ്ട് നമ്മളൊരു മൂവിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു അരമണിക്കൂർ കൂടുതൽ ദമ്മിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ദോശക്കല്ലൊക്കെ അടിയിൽ വെച്ചിട്ട് അങ്ങനെയാണ് ദമ്മിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ ദമ്മ് കയറിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അൽഹംദുലില്ലാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബിരിയാണിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ദമ്മ് പൊട്ടിക്കലും ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇടലും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. കുക്കിംഗ് എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതിന് എളുപ്പപ്പണിയൊക്കെ ഞാൻ കൂടുതൽ ചെയ്യാറുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കും. ഞാനിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് എല്ലാം തീരണം. കഴുകി കിച്ചൺ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ, വെസൽ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നോക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. നമ്മളിപ്പോൾ വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഫുഡ് മെയിനായിട്ടുള്ള പാർട്ടാണ്. നമുക്ക് 3 നേരം ഫുഡ് കഴിക്കണം. അപ്പോൾ അത് സിമ്പിളായിട്ട് ആക്കുക. ഒറ്റ മെനു അല്ലാതെ ഒരുപാട് ഐറ്റംസ്, നോൺ വെജ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെജിറ്റബിൾ എന്തെങ്കിലും അങ്ങനെ വേറെ വേറെ ആക്കാതെ എല്ലാവരെയും കുക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പാടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അപ്രീസിയേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുണ്ടാക്കി കഴിഞ്ഞാലും അതിനൊരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് അത് സന്തോഷമാണ്. ഇത്രയും നേരം നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും
അത് കേട്ടിട്ട് പിന്നീട് അവർക്കും പറയാനായിട്ട് തോന്നും, സത്യം ഇന്നത്തെ ഫുഡ് നന്നായിട്ടുണ്ട് എന്ന് അവർക്ക് കൂടി പറയാനായിട്ട് തോന്നുവേ. നമ്മുടെ വീട്ടിലിപ്പോൾ ആരും പറയുന്നില്ല, അങ്ങനെ ഒരു അപ്രീസിയേഷൻ പറയുന്നതേ കേൾക്കുന്നില്ല. നോർമൽ ഫുഡ് കഴിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റം ആവുന്ന സമയത്ത് ഭയങ്കര മടുപ്പായിരിക്കും സത്യം പറഞ്ഞാൽ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ കൊള്ളാമെന്നുണ്ടെങ്കിൽ കൊള്ളാമെന്ന് പറയുക, എന്തെങ്കിലും സ്പെഷ്യൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ ചേർത്തിട്ടുള്ളത്, എന്തോ വേറെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും. വീട്ടിലാണെന്നുണ്ടെങ്കിലും വാപ്പച്ചി അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇക്കാടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതല്ല കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കും, എഴുന്നേറ്റ് പോവും, ആ ഒരു സിസ്റ്റമാണ്. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേറൊരു ഇതാണ്, എന്തെങ്കിലും ആ ഒരു റെസിപ്പി കാര്യങ്ങളൊക്കെ അമ്മച്ചി പറയുന്ന കേൾക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാവരും കുക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ വാപ്പച്ചി ആണെന്നുണ്ടെങ്കിലും കുക്കിങ്ങിൽ നമ്മൾ ആര് കയറി കഴിഞ്ഞാലും, ഇത്തായോ ഞാനോ ഒക്കെ കയറി കഴിഞ്ഞാലും വാപ്പച്ചി അവിടെ ഇൻവോൾവ് ആവും, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. എൻ്റെ ബ്രദർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഒരു കുക്കിംഗ് അല്ലെങ്കിൽ കിച്ചൺ എന്ന് പറയുന്നത് ഒരാളിലേക്ക് മാത്രം മാറേണ്ടതല്ല, എല്ലാവരും കൂടി കുക്ക് ചെയ്യണം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇക്കാക്ക് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹീസുട്ടൻ ഉറങ്ങല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും നമ്മുടെ ബീഫ് റോസ്റ്റും സാലഡും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും പപ്പടവും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഹീസുട്ടനെ പെട്ടെന്ന് ഉണർത്തിയിട്ടുണ്ടായിരുന്നേ. ഹീസുട്ടന് എന്നിട്ട് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിച്ചിട്ടുള്ളൂ, കുറച്ച് നേരെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വലുതായിട്ട് കഴിച്ചില്ല. ചിക്കൻ മാത്രം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും നമ്മൾ പുറത്ത് പോകാനുള്ളത് കൊണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ എഴുന്നേൽപ്പിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇതാണ് നമ്മൾ പുറത്ത് പോകാൻ പോവാണ്. ഹീസുട്ടൻ്റെ ഡ്രസ്സ് ഇതല്ല കേട്ടോ, ഹീസുട്ടൻ്റെ പുതിയ ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റും ബ്ലാക്കും, ഈ ഒരു ഡ്രസ്സായിരുന്നേ. ഇത് ഇട്ടുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. നമ്മൾ കോർണിഷിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറച്ച് പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ ഏതാ ബ്ലാക്ക് ഏതാ വൈറ്റ് എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇതാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതും പുതിയത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്ത് പോകാനായിട്ട് പോവുകയാണ്. ഞാനിങ്ങനെ ഒരുമിച്ച് നമുക്ക് ഈദ് മുബാറക്കൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ അവൻ തള്ളി മാറ്റുകയാണ്. ഇങ്ങനെ ഭയങ്കര അസൂയാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റും കേട്ടോ. ഇക്കാളുടെ അടുത്തുനിന്ന് ഇങ്ങനെ മാറ്റും. ഭയങ്കര അസൂയാണ് അവന്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പുറത്ത് പോകുന്ന വ്ളോഗ് ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബൈ.